നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. ഇന്ന് ഞാനൊരു സദ്യ സ്റ്റൈൽ പുളിയഞ്ചി, എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി പുളിയഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മുളകാ പച്ചടി എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു വിഷുവിന് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പുളിയഞ്ചി കൂടെ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളിയഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പുളിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള 3 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ പുളിയുടെ പൾപ്പൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതൊന്ന് 10-15 മിനിറ്റ് സോക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 250ഓളം ഗ്രാം ഇഞ്ചി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ശർക്കര വേണം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ശർക്കരയിൽ കുറേയൊക്കെ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ശർക്കര അച്ച് ചേർക്കാണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ചേർക്കണം കേട്ടോ. എന്നിട്ടൊന്ന് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം കടുക് വേണം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, വളരെ കുറച്ച് മതി. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എള്ള്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എള്ള് ചേർക്കും. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് എള്ള് നമുക്ക് തരുന്നത് പുളിയിഞ്ചിയുടെ ഇടയിൽ നമ്മൾ കടിക്കുമ്പോൾ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കലച്ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചോപ്പറിലൊക്കെ ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇഞ്ചി കുറച്ചുകൂടെ പൊടിയായി കിട്ടും. അന്നേരം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇഞ്ചി എല്ലാം കൂടി ഒന്ന് കട്ട കുത്താനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇഞ്ചി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകി 2-3 പ്രാവശ്യം ഊറ്റിയെടുക്കുകയാണെങ്കിൽ ആ കട്ട കുത്തുന്ന ഒഴിവാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ അരിയുമ്പോൾ നമുക്ക് കട്ട കുത്തുന്ന സംഭവം വരുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് അരിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-20 മിനിറ്റ് നന്നായിട്ട് തന്നെ പുളി ഒന്ന് വേവിച്ചെടുക്കണം. പുളിക്കൊരു പച്ച കുത്തുണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ നമ്മുടെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ സത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുകയും വേണം. പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും വേണം. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചില പുളി പാക്കറ്റിൽ വരുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിയിഞ്ചിയിലൊക്കെ ഉപ്പ് കൂടി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഡാർക്ക് കളറായിട്ടുള്ള പുളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ പുളിയിഞ്ചിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 അച്ച് ശർക്കരയായിരുന്നു ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് മധുരത്തിന് അനുസരിച്ച്
കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാ, അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പുളി ഒക്കെ ഒന്ന് കുറുകി കിട്ടിക്കോളും. പിന്നെ ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ പുളിയിഞ്ചി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വെളുത്ത കളറുള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കറുത്ത പുളിയിഞ്ചിയിൽ ഈ ഒരു വെള്ള കളർ ഇങ്ങനെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു എള്ള് കടിക്കുമ്പം നല്ലൊരു ഫ്ലേവർ കൂടിയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ എള്ള് ചേർക്കാറുണ്ട്. അപ്പോൾ എള്ള് ചേർക്കാത്തവർ ഇനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് എള്ള് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് എള്ള് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എള്ള് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനി നമ്മൾ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കുന്ന പണി മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഈ ഒരു അളവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 40-50 പേർക്കുള്ള സദ്യക്കുള്ള പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേട് കൂടാണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് താളിക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാലും ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. അപ്പം അടുത്തതായിട്ട് ഞാൻ വിഷു സദ്യക്കായിട്ടുള്ള വേറൊരു വിഭവമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.